പി ജെയിംസ്, ഇവിടെ വിദേശകാര്യ വിദഗ്ധൻ, ആ, നയതന്ത്ര വിദഗ്ധൻ ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്, ഡോക്ടർ ജയപ്രസാദ് നമ്മളോട് പറഞ്ഞത്, ഇറാൻ ആഭ്യന്തരമായ ദൗർബല്യങ്ങൾ നേരിടുന്ന ശിഥിലമാക്കപ്പെട്ട ഒരു രാജ്യമാണ്. രണ്ടാമതായി, അത്യാധുനിക യുദ്ധ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന ഈ പോരാട്ടത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പ്രയാസമായിരിക്കും. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, ലോകരാഷ്ട്രങ്ങളുടെ ആരുടെയും പിന്തുണ ഇറാനില്ല, ഇറാൻ ആ മേഖലയിൽ എന്നല്ല, ഈ വിഷയത്തിൽ ലോകത്തൊന്നാകെ ഇറാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഇറാഖിൽ സംഭവിച്ചതുപോലെ, ലിബിയയിൽ സംഭവിച്ചതുപോലെ, അതുപോലെ നമ്മുടെ അഫ്ഗാനിൽ സംഭവിച്ചതുപോലെ ഈ പോരാട്ടം അല്ലെങ്കിൽ അമേരിക്കയുടെ ഇടപെടൽ ഒരു ഭരണമാറ്റത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുമെന്നാണ്. ഈ അഭിപ്രായം താങ്കൾ പങ്കുവയ്ക്കുമോ? ഡോക്ടർ ജയപ്രസാദ് സാറ് പറഞ്ഞ കാര്യങ്ങളോട് ഒരു ഭാഗികമായി ഞാൻ യോജിക്കുന്നു, പക്ഷെ ഒരു ഭാഗികമായി ഞാൻ വിയോജിക്കുകയും ചെയ്യുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ എന്നുള്ള രാജ്യത്തെ വിലയിരുത്തുമ്പോൾ അവിടെ 8,80,00,000 ജനങ്ങളുണ്ട്. നേരത്തെ ഡോക്ടർ മോഹൻ പിള്ള പറഞ്ഞ പോലെ 8 ലക്ഷം ആർമിയുണ്ട്, 3.5 ലക്ഷത്തോളം റിസർവ് സേനയുണ്ട്. ഒരുപക്ഷെ പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായ സൈനിക രാഷ്ട്രമാണ്. അപ്പോൾ അവരെ ഈ കൺവെൻഷണൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല. അതിൻ്റെ ഒരു കാരണം, റഷ്യക്ക് യുക്രൈൻ യുദ്ധത്തിൽ ഡ്രോണുകൾ വേണ്ടി വന്നപ്പോൾ 10,000-കണക്കിന് ഷഹേദ് ഡ്രോൺസ് കൊടുത്തത് ഇറാനാണ്. ഇറാൻ സമ്പന്നമാണ്. ഇനി അവിടെ നിന്ന് ഒരുപക്ഷെ തുർക്കിയിൽ നിന്ന് പോലും സഹായം വരും. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം ഡോക്ടർ ജയപ്രസാദ് പറഞ്ഞു, ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കാത്തതിൻ്റെ കാര്യം, ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു സംഭവവികാസം, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അല്പം വൈകിയാണെങ്കിലും റഷ്യ പ്രതികരിച്ചിരിക്കുന്നു. അമേരിക്ക കാണിച്ചത് ശുദ്ധ പോക്കിരിത്തരമാണ് എന്ന് റഷ്യക്ക് പറയേണ്ടി വന്നിരിക്കുന്നത്. കാരണം റഷ്യക്ക് തള്ളി പറയാൻ പറ്റില്ല ഇറാനെ. കാരണം ഇറാൻ ഉക്രൈൻ യുദ്ധത്തിൽ നൽകിയ സംഭാവന വളരെ പ്രധാനപ്പെട്ടതാണ്. ഒറ്റ ദിവസത്തേക്ക് വേണ്ടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുദ്ധത്തിനിടയിൽ അന്നത്തെ ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ കാണാൻ വേണ്ടി ഇറാനിൽ വന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്, വേണ്ടി വന്നാൽ ആണവായുധങ്ങൾ ഇറാന് കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കുമെന്നുള്ള രീതിയിൽ റഷ്യയിൽ നിന്ന് പ്രതികരണം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ കൊടുക്കില്ലായിരിക്കും, പക്ഷേ ആ തരത്തിൽ അതിനെ കാണണം. ചൈനയ്ക്ക് അങ്ങനെ തള്ളി പറയാൻ പറ്റുമോ? ചൈനയുടെ വ്യാപാര പങ്കാളിയാണ് ഇറാൻ്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി ചൈനയാണ്. എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഓയിൽ ഇറാനിൽ നിന്ന് വാങ്ങുന്നത് ചൈനയാണ്. ചൈനയ്ക്ക് ഇപ്പം തന്നെ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചൈനയ്ക്കും റഷ്യയ്ക്കും വ്യാപാരം, മറ്റ് ജോഗ്രഫിക്കൽ ഇത് വെച്ചുകൊണ്ട് അമേരിക്കയുടെ ട്രംപിനെ ഇവിടെ പറഞ്ഞ പോലെ, ട്രംപ് ഏകപക്ഷീയമായി ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആരും ചോദ്യം ചെയ്യാത്ത അവസ്ഥ ഇനി മറ്റു രാജ്യങ്ങളിലേക്ക് വരും. അതുകൊണ്ട് ട്രംപിനെ പിടിച്ചു കെട്ടണം എന്നുള്ള ചിന്ത ഇവരൊക്കെ ഉള്ളിലുണ്ട്. എന്നാൽ ട്രംപിനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ പോകാൻ താല്പര്യം കാണില്ല. അതുകൊണ്ട് പൂർണ്ണമായി ഒറ്റപ്പെട്ടു എന്നുള്ളത് ശരിയല്ല. വടക്കൻ കൊറിയയും അപ്പുറത്ത് നിൽപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഫോർമേഷൻ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഒരുപക്ഷെ തുറന്ന യുദ്ധത്തിലേക്ക് വരില്ലായിരിക്കും, പക്ഷേ ഇറാന് ഒളിവിൽ അണ്വായുധം കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടായാൽ അതിനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അണ്വായുധങ്ങളെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ അണ്വായുധങ്ങളുള്ളത് റഷ്യയുടെ കയ്യിലാണ്. 5,488 അണുവായുധങ്ങളുണ്ട്. കാരണം സോവിയറ്റ് യൂണിയനിലെ എല്ലാ റിപ്പബ്ലിക്കുകളിൽ നിന്നും യെൽസിൻ അത് വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇവൻ ഉക്രൈൻ്റെ അണുവായുധങ്ങൾ വരെ റഷ്യ വാങ്ങിച്ചു കൂട്ടിയിരിക്കുക. രണ്ടാം സ്ഥാനത്ത് അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് 5,177. രണ്ടു പേരും കൂടി 90% അണുവായുധങ്ങൾ ക്യാരി ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് അതിനെ നമ്മൾ കുറച്ച് കാണണ്ട എന്നുള്ളതാണ് അഭിപ്രായം. പിന്നെ ഭരണമാറ്റത്തെക്കുറിച്ച് ഡോക്ടർ ജയപ്രസാദ് പറഞ്ഞ ഒരു വാദം ഒരു പകുതി വരെ ശരിയെന്ന് വെക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ രീതിയിൽ പ്രക്ഷോഭം നടന്നതാണ്. മക്സാമിനി എന്ന 22-കാരിയെ അവിടുത്തെ സദാചാര പോലീസ് തലക്കടിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ 2.5 വർഷം നീണ്ടുനിന്ന പ്രക്ഷോഭം, അത് വനിതകൾ മുഴുവൻ പങ്കെടുത്ത് അടിച്ചൊതുക്കുകയായിരുന്നു. അതിൻ്റെതുണ്ട്. പക്ഷെ ഒരു രാജ്യം അപകടത്തെ നേരിടുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഇന്ത്യ ആക്രമിക്കപ്പെട്ടാൽ ചൈന ആക്രമിച്ചു എന്ന് വിചാരിച്ചോ? ഇവിടുത്തെ BJPയും കോൺഗ്രസും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷമൊക്കെ എല്ലാവരും ഒരുമിച്ചല്ലേ നിൽക്കുക? ഒരു ടീം എഫേർട്ട് വരും. ഇപ്പം ഞങ്ങളുടെ രാജ്യമാണ് ആക്രമിക്കപ്പെടുന്നത്. 3 അമേരിക്കയുടെ ഒരു അഹങ്കാരത്തിൽ വന്ന് ഞങ്ങളുടെ 3 ആണവ നിലയങ്ങളിൽ അത് റേഡിയേഷൻ വന്നാൽ ജനങ്ങളെയാണ് ബാധിക്കുന്നത്. അപ്പം ജനങ്ങൾ എതിർപ്പുണ്ടെങ്കിൽ പോലും ഒരുമിച്ച് നിൽക്കുമെന്നുള്ളതാണ്. അതുപോലെ 6 ലക്ഷം ആർമിയുള്ള അല്ലെങ്കിൽ 3.5 ലക്ഷം റിസർവ് ഒരു ആർമിയെ എങ്ങനെ പരാജയപ്പെടുത്തി ഇയാളെ ഇത് കിടക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒറ്റുകൊടുത്ത് ഈ സദാം ഹുസൈനെയും അതുപോലെ തന്നെ മുഹമ്മദ് ഗദാഫിയെയും ഒക്കെ അമേരിക്കൻ സേന പിടിച്ചുകൊണ്ടുപോയതുപോലെ പിടിക്കാൻ പറ്റണം. അത്ര എളുപ്പമല്ല. ഇപ്പം തന്നെ സംഭവിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ട്, ഈ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയത്തിലുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും ഉപേക്ഷിച്ച് അധികം വേറെ ബങ്കറുകളിലാണ് കഴിയുന്നത്. എവിടെയാണെന്ന് ആർക്കറിയില്ല. വളരെ വിശ്വസ്തരായിട്ടുള്ള ചിലർക്ക് മാത്രമാണ് എവിടെയാണെന്ന് അറിയുന്നുള്ളൂ. ആ തരത്തിലേക്ക് റീച്ചബിൾ അല്ലാത്ത ഇതിലേക്ക് മാറിയിരിക്കുന്നു. സൈന്യമാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്ര പെട്ടെന്ന് ഒരു ഭരണമാറ്റം കൊണ്ടുവരിക എളുപ്പമല്ല. അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അമേരിക്ക പറയുന്നുണ്ട്. പക്ഷേ ലക്ഷ്യം വയ്ക്കും. ഇസ്രായേലിനും താല്പര്യമുണ്ട്.
അപ്പൊ തീർച്ചയായിട്ടും ഭരണമാറ്റം പെട്ടെന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഗോപികൃഷ്ണൻ. ശരി, ബ്രിഗേഡിയർ മോഹൻ പിള്ളൈ, ഇനിയിപ്പോൾ ഇതിന് തൊട്ടു പിന്നാലെ നടന്ന സംഭവങ്ങൾ, ഈ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിൽ വന്ന് പതിച്ചു. ഇസ്രയേൽ അതിശക്തമായി ഇപ്പോൾ ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്ക വീണ്ടും ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സമാധാനത്തിന്റെ വഴിയിൽ വന്ന് ആണവ കരാറിന്റെ കാര്യത്തിൽ ഒപ്പുവെക്കുകയും ആ ചർച്ചകളിലേക്ക് ഇറാൻ തയ്യാറാവുകയും ചെയ്തില്ലെങ്കിൽ ഇനി വീണ്ടും ഈ അതിശക്തമായ ആക്രമണത്തിലേക്ക് കടക്കാൻ പോകുന്നു അമേരിക്ക എന്ന്. ഇതൊക്കെയാണോ ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത്? ഇറാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിനോട് പൊരുത്തപ്പെട്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇറാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒത്തുതീർപ്പിലോട്ട് എത്താനുള്ള ഒരു സാഹചര്യവും ഒരു സാധ്യതയും കാണുന്നില്ല. അത് ഒത്തുതീർപ്പിലോട്ട് പോയാൽ അത് ഇറാന് തന്നെ ഒരു നാശം എന്നുള്ള രീതിയിലേ വരികയുള്ളൂ. ഇപ്പോൾ ജെയിംസ് പറഞ്ഞതുപോലെ തന്നെ ദ സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയ്ക്കാണ് ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. കാരണം അമേരിക്ക ഇത് തുടങ്ങി വെച്ചു, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ആ ഒരു കാര്യത്തിൽ അമേരിക്ക ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് പുടിൻ പോലെയുള്ള ആൾക്കാർ ഡയറക്റ്റ് ട്രംപിനെ വിളിച്ച് നെഗോഷിയേഷൻസ് നടത്തി അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് കൂട്ടിയാൽ ഒരു പക്ഷേ അത് ശരിയാകുമായിരിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട്. ഇത് തന്നെയാണ് ന്യൂക്ലിയർ പവറിൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെയും ഒരു രാജ്യം പോലും കാര്യം ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെയാണോ അമേരിക്ക ഇസ്രയേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഏതാണ്ട് അത്രയും ഇല്ലെങ്കിൽ പോലും ഏതാണ്ട് അതേ സ്വഭാവത്തിലാണ് റഷ്യ ഇറാൻ്റെ കൂടെ ആദ്യം മുതൽ തന്നെ നിന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കാണണം, റഷ്യ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണേണ്ട. ഉക്രൈനുമായിട്ട് യുദ്ധമുണ്ടായതുകൊണ്ട് റഷ്യയുടെ കാര്യങ്ങളെല്ലാം തീർന്നു, ഒരിക്കലുമില്ല, ഒരു കാരണവശാലും ഇല്ല. അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ബാലൻസിങ് പവർ വിത്ത് പവറാണ്, അതായത് ബാലൻസ് ഓഫ് പവർ. അതായത് അതുകൊണ്ട് തന്നെയാണ് ഒരു സമയത്ത് റഷ്യയും ചൈനയും രണ്ടായിരുന്നെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഐഡിയോളജി കുറച്ച് കുറഞ്ഞപ്പോൾ റഷ്യയും ചൈനയും വീണ്ടും ഒന്നിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. കാര്യം അമേരിക്ക സൂപ്പർ പവറായി ഒറ്റയ്ക്ക് കയറുമ്പോൾ ബാലൻസ് ചെയ്ത് പോകുവാനായിട്ട് റഷ്യയും ചൈനയും കൂടി ഒന്ന് കുറച്ചുകൂടി ക്ലോസ് ആവുന്ന ഒരു സിറ്റുവേഷൻ കൂടി വന്നു. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ കൈപൊള്ളിയ ഒരു അവസ്ഥയാണുള്ളത്. ഇനി അവർ ചെയ്യാൻ പോകുന്നത് ഇസ്രയേലിനെ കൊണ്ട് തന്നെ അവർ വീണ്ടും ഇറാനിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്കുകൾക്കുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അതും കൺട്രോൾഡ് ആയിരിക്കും. രണ്ടാമത് ഈ അയൺ ഡോം ഉണ്ട് അല്ലെങ്കിൽ ആരോ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനും ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു പക്ഷേ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഈ ടെക്നോളജി ഒരു 1 മിനിറ്റ് ഫെയിലിയർ ആവുക എന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഈ ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലിൻ്റെ ഭാവി ഇസ്രയേലിൽ അവിടെ നടക്കുന്നത്? അയൺ ഡോം ഒരു മിനിറ്റ് 2 മിനിറ്റ് വർക്കാവാതിരിക്കുക. അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ രീതിയിലും ഉണ്ട്. 100% ഒരു കാരണവശാലും ഇസ്രയേൽ ഫുൾ പ്രൂഫ് അല്ല. കാരണം ഇസ്രയേലിന് നമുക്കറിയാം, യോം കിപ്പൂർ വാർ നടന്ന സമയത്ത് അവരുടെ വെപ്പൺസ് ഓൾമോസ്റ്റ് തീരാറായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഹെഡ് മീർ പ്രസിഡന്റ് നിക്സണോട് റിക്വസ്റ്റ് ചെയ്താണ്. അന്ന് അമേരിക്കയും ഇസ്രയേലും തമ്മിൽ നല്ല റിലേഷൻ അല്ല. നല്ല റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ, പക്ഷേ ആപത്ത് ഘട്ടത്തിൽ എല്ലായ്പ്പോഴും കൂടെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ വാർഹെഡ്, ന്യൂക്ലിയർ വാർഹെഡ് മാത്രമാണ് എല്ലാം ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, സ്മോൾ ആംസ് എല്ലാം തീർന്നു എന്നുള്ള എബൌട്ട് ടു ഫിനിഷ് എന്നുള്ള ഒരു രീതി വന്നപ്പോൾ അന്ന് സിറിയയും ഈജിപ്തും നല്ല രീതിയിൽ ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്യുകയും വിത്ത് ദ ബ്ലെസ്സിങ് ഓഫ് റഷ്യ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് എയർലിഫ്റ്റ് ചെയ്താണ് അമേരിക്ക വെപ്പൺ അവിടെ എത്തിക്കുന്നത് ഇസ്രയേലിൽ. അങ്ങനെയാണ് ആ യുദ്ധത്തിന് ശേഷം അവർ പറയുന്നത് വി സർവൈവ്ഡ് ബിക്കോസ് ഓഫ് ദി എയർലിഫ്റ്റ് പോളിസി ഓഫ് അമേരിക്ക. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വെച്ചാണ് പല കാര്യങ്ങളിൽ, അതായത് അമേരിക്ക എന്ത് ഡിസൈഡ് ചെയ്യുന്നോ ഇപ്പോഴും സെൻറ്റർ അറൗണ്ട് അതാണ് അമേരിക്ക. അതായത് കുവൈറ്റ് ഇൻവേഷനിൽ ഗോപികൃഷ്ണൻ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. കുവൈറ്റ് ഇൻവേഷനിൽ അതായത് ഇറാഖ് നേരെ സ്കഡ് മിസൈൽസ് ആണ് ഇസ്രയേലിലോട്ട് ഇട്ടത്. ഇസ്രയേലിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രൊവോക്കേറ്റ് തിരിച്ചടിക്കേണ്ടതാണ്. പക്ഷേ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം അവർ സംയമനം പാലിച്ചു ആ സമയത്ത്. കാര്യം കുവൈറ്റ് അന്ന് US കൺട്രോളിലായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ആ സാഹചര്യങ്ങളെല്ലാം കൂടി അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കാണണം US ആണ് ഇതിൻ്റെ മെയിൻ
ബെനിഫിഷ്യറി അല്ലെങ്കിൽ പ്രോബ്ലം ക്രിയേറ്റർ അല്ലെങ്കിൽ ഡിക്റ്റേറ്റർ എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പം ഈ ഒരു വളരെ വൈഡായിട്ടൊരു എസ്കലേഷനിലോട്ട് പോകുവാനായിട്ട് അമേരിക്കയ്ക്കും താല്പര്യമില്ല. അമേരിക്ക എല്ലായ്പ്പോഴും ചെറിയ സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവിടെ കൂടുതൽ, അതായത് കാറ്റ് വിതച്ചിട്ട് കൊടുങ്കാറ്റ് കൊയ്യുന്ന ഒരു സ്വഭാവമാണ് US-ൻ്റെത്. അവിടെ നിന്നിട്ട് ഇന്നു വരെ ലോകത്ത് എവിടെയെങ്കിലും അവര് ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്ത് അവരുടെ സൈന്യത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഉണ്ടാക്കുന്ന വെപ്പൺസ് കംപ്ലീറ്റും ടെസ്റ്റ് ചെയ്യുന്നത് മറ്റുള്ള രാജ്യങ്ങളിലാണ്. ആ രാജ്യങ്ങൾ തമ്മിൽ അറ്റാക്ക് ചെയ്യിപ്പിക്കുക, അത് ചെയ്യിപ്പിച്ചിട്ട് എവിടെയെങ്കിലും ഒരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിനെ എനിമിയാക്കിക്കൊണ്ട് അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ്. പിള്ള സാർ, അത് തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതാണ് അതിന്റെ ഒരു പോളിസി. അതുകൊണ്ട് ഈ ആംഗിൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കാരണവശാലും ഇത് വൈഡ് സ്പ്രെഡായിട്ട് എസ്കലേറ്റ് ചെയ്യും എന്ന് എനിക്കൊരു തോന്നലില്ല. കാരണം മേ ബി അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും അത് ആഗ്രഹിക്കാനും പറ്റില്ല ഇതൊരു വൈഡ് സ്പ്രെഡ് യുദ്ധമാകണമെന്നുള്ളത്. ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റഷ്യയും അതുപോലെ ഇക്വേഷൻസ് വേൾഡിലെ മാറും. എന്തൊക്കെയാണെങ്കിലും ഐഡിയോളജീസ് ഉണ്ട്. എല്ലാവരും ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ എല്ലാ രാജ്യങ്ങളും അവരവരുടേതായിട്ടുള്ള സമ്പന്നമാകണമെന്നും ട്രേഡ് ഡെവലപ്പ് ചെയ്യണമെന്നും സെൽഫായിട്ട് സെൽഫ് റിലയൻ്റ് ആകണമെന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു സിറ്റുവേഷൻ, പണ്ടത്തെ മാതിരിയുള്ള വാർമോങ്കറിങ് വളരെ കുറവുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അയൽ രാജ്യം റഷ്യ ഒരിക്കലും വിചാരിക്കില്ല അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് അവിടെ വളരെ കൂടണമെന്ന്. താങ്കൾ പറഞ്ഞതുപോലെ അതുകൊണ്ട് തന്നെ ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറിലൊന്നും ആവാനുള്ള ഒരു സാധ്യതയും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല.